വാർത്തയിലേക്ക്. ശിരോവസ്ത്ര വിലക്കിൽ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിന് ഹൈക്കോടതിയിൽ തിരിച്ചടി. ശിരോവസ്ത്രം ധരിച്ച കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന ഉത്തരവിന് സ്റ്റേയില്ല. DDയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. സ്കൂളിന്റെ ഹർജിയിൽ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടി. വിവരങ്ങളുമായി അഹമ്മദ് മുസ്തഫ ചേരുകയാണ്. മുസ്തഫ, എങ്ങനെയാണ് കോടതി ഇടപെടലുണ്ടായത്? നേരത്തെ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയം ഈ വിവാദം വന്ന സാഹചര്യത്തിൽ അത് അന്വേഷിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉൾപ്പെടെ റിപ്പോർട്ട് നൽകുകയും വിദ്യാഭ്യാസ വകുപ്പ് DD തന്നെ നേരിട്ട് സ്കൂളിന് ഒരു ഉത്തരവ് നൽകിയിരുന്നു. ആ ഉത്തരവിൽ പറയുന്നത് പരാതിക്കാരിയായ ഇന്ന വിദ്യാർത്ഥിയെ ആ വിദ്യാർത്ഥിനിക്ക് മതവിശ്വാസത്തിന്റെ ഭാഗമായുള്ള ഹെഡ് സ്കാർഫ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ തുടർ പഠനം നടത്തുവാൻ അനുമതി നൽകാനും ഒപ്പം തന്നെ മാനസിക വിഷമങ്ങൾ പൂർണ്ണമായി പരിഹരിച്ച് അത് സംബന്ധിച്ച പരിഹൃത റിപ്പോർട്ട് ഇന്ന തീയതിക്ക് മുമ്പ് ഹാജരാക്കുവാനും നിർദ്ദേശിക്കുന്നു. ഈ ഉത്തരവ് റദ്ദ് ചെയ്യണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ വിദ്യാർത്ഥിക്ക് സ്കൂളിൽ പഠനം തുടരണം, ക്ലാസ്സിൽ പ്രവേശിപ്പിക്കണം. അതോടൊപ്പം തന്നെ ഈ വിഷയം പരിഹരിച്ച് അതിന്റെ റിപ്പോർട്ട് DDക്ക് നൽകണം. ഈ നിർദ്ദേശമായിരുന്നു വിദ്യാഭ്യാസ ഉപഡയറക്ടർ സ്കൂളിന് നൽകിയത്, സെന്റ് റീത്ത സ്കൂളിന്റെ മാനേജ്മെന്റിന് നൽകിയത്. ആ ഉത്തരവ് അത് നിലനിൽക്കില്ല. അത് ആ കണ്ടെത്തലുകളിൽ ആ റിപ്പോർട്ടിൽ പല വിധത്തിലുള്ള പിഴവുകളുണ്ട്, തെറ്റുകളുണ്ട്. അതുകൊണ്ട് അത് നിലനിൽക്കില്ല, അത് റദ്ദാക്കണം എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ രണ്ടാമത്തെ പെറ്റീഷൻ. നേരത്തെ ഒരു പെറ്റീഷൻ നിലനിൽക്കെ തന്നെ ഇത്തരമൊരു രണ്ടാമതൊരു പെറ്റീഷൻ കൂടി ഹൈക്കോടതിയിൽ നൽകുകയാണ്. ആ പെറ്റീഷൻ റദ്ദാക്കണമെന്നുള്ള സ്കൂൾ മാനേജ്മെന്റിന്റെ ആവശ്യമാണ് ഇപ്പോൾ ഹൈക്കോടതി അത് അടിയന്തരമായി സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സർക്കാരിന്റെ കൂടി ഒരു വിശദീകരണം കേട്ട ശേഷമായിരിക്കും ഇനി ആ വിഷയത്തിൽ ഹൈക്കോടതി ഒരു തീരുമാനത്തിലേക്ക് പോകുക. നിലവിൽ അത് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നുള്ളൊരു ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല, അതിന് വിസമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് നേരത്തെ നമുക്കറിയാം, ഈ വിദ്യാർത്ഥിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുന്നു, അത് വലിയ വിവാദങ്ങളിലേക്ക് വരുന്നു. വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ട് ആ വിഷയത്തിൽ സ്കൂളിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട്. മാത്രമല്ല വളരെ രൂക്ഷമായ രൂപത്തിൽ കുറെ കൂടി കടന്ന് കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട്. ഈ ഹർജിയിൽ എന്തായിരുന്നു സ്കൂൾ മാനേജ്മെന്റിന്റെ വാദങ്ങൾ? സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞത് ആ ഹർജിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ നോട്ടീസുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ കൊടുത്ത നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് അതിൽ പല വിധത്തിലുള്ള പിഴവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവ് റദ്ദാക്കണമെന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. കാര്യം ആ സ്കൂളിൽ തന്നെ മറ്റു ചില വിദ്യാർത്ഥികൾ കൂടി പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ അവരെ കൂടി ആ രൂപത്തിൽ ബാധിക്കും എന്നുള്ള രൂപത്തിലായിരിക്കണം, അത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് ആ തരത്തിലുള്ള ഒരു നീക്കം കൂടി സ്കൂൾ മാനേജ്മെന്റ് ആ തരത്തിലുള്ള ഒരു നീക്കം കൂടി നടത്തിയത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ പെറ്റീഷനിൽ പറയുന്നുണ്ട്, we stated that same is notice there is a direction to the effect that students should be permitted to sit in the classroom and continue studies by wearing headscarf as part of her religion. The said notice was issued by stating entirely wrong facts. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ തന്നെ പൂർണ്ണമായും തെറ്റാണ്. അതുകൊണ്ടാണ് നോട്ടീസ് റദ്ദ് ചെയ്യണമെന്നത് ഉൾപ്പെടെയുള്ളതാണ് ഇവരുടെ ആവശ്യം. എന്തായാലും ആ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല. സ്കൂളിനെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. നേരത്തെ നൽകിയ ഒരു പെറ്റീഷൻ അവിടെയുണ്ട്, അതിൽ സ്കൂൾ മാനേജ്മെന്റിന് സംരക്ഷണം ഒരുക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു. അതിൽ സംസ്ഥാന പോലീസ് മേധാവിയുണ്ട്, എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറുണ്ട്, അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ SHO ഉണ്ട്, നാലാമത് കക്ഷി വിദ്യാർത്ഥിനിയുടെ പിതാവാണ്. ആ പെറ്റീഷൻ ഹൈക്കോടതി ഒരു മാസം കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കാനിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണവും ആ വിഷയത്തിൽ കുട്ടിയുടെ പിതാവും കക്ഷി ചേർന്നിരുന്നു. അവരുടെ ഭാഗവും അവരുടെ വാദവും കേട്ടിരുന്നു കോടതി. നിലവിൽ ആ കേസുമായി ബന്ധപ്പെട്ട് പിതാവ് കോടതിയിൽ കക്ഷി ചേർന്നിട്ടില്ല. പക്ഷേ പിതാവിനെ എതിർ കക്ഷിയാക്കിക്കൊണ്ടാണ് നേരത്തെയുള്ള പെറ്റീഷനിൽ ഹൈക്കോടതിയിൽ സ്കൂൾ മാനേജ്മെന്റ് ഒരു പെറ്റീഷൻ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പിതാവിന്റെ കൂടെയുള്ള 5-6 ആളുകൾ സ്കൂളിലേക്ക് അതിക്രമിച്ച് കയറി അവിടെ സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നതുൾപ്പെടെയുള്ളതായിരുന്നു ആ പെറ്റീഷനിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇനിയിപ്പോൾ ഈ കേസ് അടുത്ത തവണ കോടതിയിൽ വരുമ്പോഴാണ് അവരുടെ അഭിഭാഷകൻ ഉൾപ്പെടെയുള്ള അമീൻ ഹസൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഹാജരായി കോടതിയിൽ അവരുടെ ഒരു വാദം പറയുകയും അവരുടെ ഒരു വിശദീകരണം കേൾക്കുക. ആ കേസ് നേരത്തെയുള്ള കേസാണ്, സ്കൂൾ മാനേജ്മെന്റ് തുടക്കത്തിൽ നൽകിയ ഒരു കേസാണ്. അത് അടുത്ത മാസമാണ് വീണ്ടും പരിഗണിക്കുന്നത്. പക്ഷേ അതിനുശേഷം പിന്നീടുണ്ടായ ഡെവലപ്മെന്റിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ചില കണ്ടെത്തലുകൾ നടത്തുകയും സ്കൂളിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു നോട്ടീസ് നൽകുന്നത്. ആ നോട്ടീസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് രണ്ടാമതും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. അതിലാണ് ഇപ്പോൾ ഒരു തിരിച്ചടി വന്നിരിക്കുന്നത്. നേരത്തെയുള്ള പെറ്റീഷനിൽ സ്കൂൾ മാനേജ്മെന്റിന് കൃത്യമായി സുരക്ഷയൊരുക്കാൻ പോലീസിന് നിർദ്ദേശമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവിലേക്ക് കാര്യങ്ങൾ പോകരുതെന്ന് ഹൈക്കോടതി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കൃത്യമായി സുരക്ഷയൊരുക്കാൻ
പോലീസിന് നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ ഇത് രണ്ടാമതൊരു പെറ്റീഷനാണ്. ആ വിഷയത്തിൽ നിന്ന് മാറി ഒരു പടി കൂടി കടന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ നേരത്തെ തന്നെ സ്കൂളിന്റെ അഭിഭാഷക കൃത്യമായി വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ചില രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ആ രൂപത്തിൽ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ, അഭിഭാഷകക്കെതിരെ, സ്കൂൾ മാനേജ്മെന്റിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ കൂടി ചോദ്യം ചെയ്ത് കോടതിയിൽ പോവുകയാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ആ നിർദ്ദേശം തന്നെ റദ്ദാക്കണം, അല്ലെങ്കിൽ സ്കൂളിന് കൊടുത്തിരിക്കുന്ന നോട്ടീസ്, ആ നോട്ടീസിൽ പറയുന്ന നിർദ്ദേശങ്ങൾ അത് തന്നെ റദ്ദ് ചെയ്യണം എന്നതുൾപ്പെടെയുള്ള രണ്ടാമതൊരു പരാതി. ആ പരാതിയാണ് ഇപ്പോൾ ഹൈക്കോടതി ആ ആവശ്യം റദ്ദ് ചെയ്യണമെന്നുള്ള ആവശ്യം തന്നെ വിസമ്മതിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സർക്കാരിനോട് ഒരു വിശദീകരണം തേടിയിട്ടുണ്ട്. ആ വിശദീകരണം കേട്ട ശേഷമായിരിക്കും ഡിഡിയുടെ റിപ്പോർട്ട് അത് സ്റ്റേ ചെയ്യണം, ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നായിരുന്നു സ്കൂൾ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഹൈക്കോടതി അങ്ങനെയൊരു ആവശ്യം പരിഗണിച്ചിട്ടില്ല, സ്റ്റേ അനുവദിച്ചിട്ടില്ല. വിശദാംശങ്ങളാണ് അഹമ്മദ് മുഷ്തഫ നൽകിയത്.